ആരാണ് എന്താണെന്ന് അറിയില്ല, ഇന്നുവരെ കണ്ടിട്ടില്ല. പക്ഷേ മിന്നൽ സുപ്പു എനിക്കൊരു ദൈവമാണ്. അതെന്താ? കാഴ്ചയില്ലാത്ത എൻ്റെ കുഞ്ഞ് 3-ാം നിലയിൽ നിന്ന് വീണിട്ട് സുപ്പു അന്ന് വന്നില്ലായിരുന്നെങ്കിൽ. നാട്ടിലെ കഞ്ചാവുമായിക്ക് വരുന്നൊക്കെ അടിക്കണവന്മാരെ ഷുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടിലൊരു പ്രശ്നമില്ല, സമാധാനമാണ്. ആര് പറഞ്ഞ് പറവൂര് സ്കൂൾ കോളേജിലൊക്കെ മെത്തുമത് സാധനം എത്തിക്കണുണ്ട്, പിള്ളേര് സാധനം അടിക്കണുണ്ട്. മെത്തുമതുവാ? ആരത്? കുണ്ടൂരില് പുഴത്തീരത്തുള്ള കൊടുങ്കാറ്റിലാണ് അവന്റെ സെറ്റപ്പ്. മിന്നൽ ഷുപ്പല്ല, അവൻ ആര് വിചാരിച്ചാലും തൊടാൻ പറ്റൂല. എത്ര ഏട്ടാ? ഒരു കഞ്ഞിയല്ലേ? 40 രൂപ. തിളങ്ങി കാറ്റും കോളും തുടങ്ങി, നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി. ഷുപ്പു, വാടാ. മിന്നൽ ഷുപ്പല്ല, അവൻ ആര് വിചാരിച്ചാലും തൊടാൻ പറ്റൂല. എന്റെ പ്ലാനായിരുന്നു. നീ എന്താ നാട് നന്നാക്കാൻ പോണാ? മിന്നലിൽ നിനക്കടിച്ച പവറിന്റെ 10 ഇരട്ടി പവറാണ് ഇപ്പൊ നിനക്ക് കിട്ടിയേക്കുന്നത്. ഇതിലൂടെ ഞാൻ നിന്റെ ഉള്ള പവർ കൂടി ഇല്ലടാ. ഇല്ലടാ, നിന്നെ കൊണ്ടാവില്ല, തീർക്കും ഞാൻ നിന്നെ. ഇനി നീ മിന്നൽ ഷുപ്പല്ല, വെറും ഷുപ്പ്, പഴയ വട്ടപ്പൂജ്യം ഷുപ്പു. മധു, ഈ നാട് നശിപ്പിക്കാൻ വന്ന നിന്നെ തീർക്കാൻ എനിക്കൊരു പവറിന്റെ ആവശ്യമില്ല. അടിച്ചു വിടറാ. പോടാ, ഇവനങ്ങ് തീർക്കട്ടെ ആശാനെ. വേണ്ട വേണ്ട. മക്കളെ, നമ്മൾ എന്തെങ്കിലും ആപത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെ വിളിക്കണം? സുപ്പുമാമനെ വിളിക്കണം. എങ്ങനെ വിളിക്കണം? സുപ്പുമാമ രക്ഷിക്കണേ. സുപ്പുമാമ രക്ഷിക്കണേ. ഷുപ്പു, ഇത് കത്തുള്ള, നീ ഇത് ശരിയാക്കി തരുമോ?